എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ആ വ്യക്തി എന്നായിരിക്കും നിങ്ങളെ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. 3 കാർഡുകളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് വേഗം പോകാം. ആദ്യത്തേത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ കാർഡ് നഷ്ടം, നിരാശ, ഒറ്റപ്പെടൽ എന്നിവയെ സൂചിപ്പിക്കുന്നു. അതായത് ഈ ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയുടെ പുറകെ പോകുമ്പോഴും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത. അതുതന്നെയാണ് ഇവിടെ കാണാനും കഴിയുന്നത്. നിങ്ങൾ ഈ വ്യക്തിയോട് വളരെയധികം അടുത്ത് ഇമോഷണലായിട്ടൊക്കെ പെരുമാറുന്നുണ്ടാകാം, സ്നേഹിക്കുന്നുണ്ടാകാം. എന്നാൽ അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് വലിയ സത്യമായ കാര്യമാണ്. നിങ്ങളുടെ അവസ്ഥ കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. നിങ്ങൾ ഇമോഷണലി റിജക്റ്റ് ചെയ്യപ്പെട്ട അനുഭവം ഉണ്ടാവുകയാണ്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ദുഃഖിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത അത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ വിഷമം ഉടൻ മാറും. ആദ്യത്തേത് ഇപ്പോഴുണ്ടായിരിക്കുന്നതോ മുൻപുണ്ടായിരുന്നതോ ആയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. അതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ഹാങ്ഡ് മാൻ എന്നുള്ള കാർഡാണ്. തീർച്ചയായിട്ടും ഈ കാർഡ് അവസ്ഥ അല്ലെങ്കിൽ സ്റ്റാറ്റസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും ഒരു തീരുമാനം എടുക്കുന്നില്ല. അവർ ഇനിയും 1000 കാരണങ്ങൾ ചിന്തിച്ച് നിലപാട് മാറ്റിയേക്കാം. നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്നവർ മനസ്സിലാക്കുമ്പോഴും അവർ 1000-ഓ 10,000 ആളുകളോട് അഭിപ്രായം ചോദിക്കുകയും ഓരോരോ സൗകര്യങ്ങൾ മാറ്റി വെക്കുകയും ചെയ്യുന്നു. ആത്മാർത്ഥതയിലെ അളവ് കുറവാണ് ഇവിടെ വ്യക്തമാകുന്നത്. അത് അല്ലെങ്കിൽ ഒട്ടും ഇതുവരെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് പതുക്കെ സാധ്യമാവുകയുള്ളൂ. പതുക്കെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇഷ്ടപ്പെടുന്നത് കപട സ്നേഹമായേക്കാം. അങ്ങനെ തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം നിങ്ങളെ പരിഗണിക്കാതെ ഇരുന്ന ഒരാൾ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴുള്ള ഒരകലവും അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ പരിമാണവുമാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ മുളച്ച് പൊന്തി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു ദിശയിലേക്ക്, ഒരു സ്ഥാനത്തിലേക്ക്, ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിട്ടില്ല. പതുക്കെ മാത്രമേ അത് സംജാതമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പലരുടെയും പല സംഭവങ്ങളുടെയും അഭിപ്രായം ആ വ്യക്തി പരിഗണിക്കുന്നു. അത് നിങ്ങൾക്കൊരു പക്ഷെ ദേഷ്യപ്പെടുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവും. എന്നെ സ്നേഹിക്കേണ്ട ഒരു വ്യക്തി ഞാൻ മറ്റുള്ളവരുടെ വാക്ക് നോക്കാതിരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയേറെ കാരണങ്ങൾ നിരത്തുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് 3ാമത്തെ കാർഡിലേക്ക് പോകാം. അടുത്തതായിട്ട് 3ാമത്തെ കാർഡുകൾ എന്ന് പറയുമ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് ഒരു സമവായം, ഇണചേരൽ, ബന്ധത്തിലേക്കുള്ള മുന്നേറ്റം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ കണക്ഷൻ ഭാവിയിൽ കൂടുതൽ നല്ല രീതിയിൽ മാറാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോട് ഉള്ള നിലപാട് മയപ്പെടുന്നു, നിങ്ങളോട് അടുക്കുന്നു, വീണ്ടും നിങ്ങളുമായി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുവാനുള്ള സാധ്യതയിലേക്ക് വരുന്നു. അതായത് ഏറ്റവും അവസാനം സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് അടുക്കുന്നു, ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് അടുക്കുന്നു, ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരുന്നു. ഇത്രയും കാലം നിങ്ങളെ ഇഷ്ടപ്പെടാതെ, സ്നേഹിക്കാതെ
മാറി നിന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് തന്നെയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നു. ചെറുതായിട്ടല്ല, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും പരമാവധി ആയൊരു അവസ്ഥയിലേക്ക്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്കാവില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളെ കൂടാതെ ആ വ്യക്തിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി, നിരവധി പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അവയിലൊന്നും ഉൾപ്പെടാതെ, അവയിലൊന്നും പരിഗണിക്കപ്പെടാതെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുമാറ് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.